തിരുവാതിര നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന തിരുവാതിര നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ശുക്രന്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിൽ ഒന്നാണ് തിരുവാതിര. അതുകൊണ്ട് തന്നെ തിരുവാതിര നാളുകാർക്ക് അവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ശുക്രൻ നക്ഷത്രാധിപനായ ഭരണി, പൂരം, പൂരാടം എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. ശുക്രൻ രാശിയാധിപനായ ഇടവം, തുലാം എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവർ മൂലവും തിരുവാതിര നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് ഭരണി, പൂരം, പൂരാടം എന്നീ നാളുകാരും ഇടവം, തുലാം രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നാളുകാരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. തിരുവാതിര നാളിൽ ജനിച്ചവർ ദോഷഫലങ്ങൾ കുറയാനായി തമിഴ്നാട്ടിലുള്ള ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വിവാഹകാര്യങ്ങൾ തടസ്സങ്ങളുള്ളവർക്ക് വിവാഹം കഴിക്കാനായി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിര നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.